നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് 5 ചോദ്യങ്ങൾ നിരത്തി ശശി തരൂർ. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നവകാശപ്പെടുമ്പോഴും ചില ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? 20-26 വയസ്സ് പ്രായക്കാരിൽ തൊഴിലില്ലാത്ത 45.4% ചെറുപ്പക്കാർ ഇന്ത്യയിലുണ്ട്. അവരെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തിരഞ്ഞെടുപ്പ് വിജയിച്ച് പ്രധാനമന്ത്രിയായത് ക്ഷേത്രം പണിയാനാണോ അതോ രാജ്യം ഭരിക്കാനാണോ? ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം പരിഹരിക്കാനോ 20 ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവന് ചൈനയ്ക്ക് മറുപടി നൽകാനോ അതിർത്തിയിലെ സ്ഥിരം നിർമ്മാണ പ്രവൃത്തികൾ തടയാനോ കഴിയാതെ വിശ്വഗുരുവെന്ന് സ്വയം അവകാശപ്പെടാൻ സാധിക്കുമോ? എന്തടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പിൽ 370 സീറ്റ് നേടി വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നത്? ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും ആ സീറ്റുകളെന്ന് വ്യക്തമാക്കാമോ? ഇവയായിരുന്നു ശശി തരൂരിന്റെ ആ 5 ചോദ്യങ്ങൾ. അതേസമയം VSCയിൽ നടന്ന ചടങ്ങിൽ 1800 കോടി രൂപയുടെ 3 പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ PSLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി, മഹേന്ദ്രഗിരിയിലെ ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിലെ സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ ആൻഡ് സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി, VSCയിലെ ട്രൈസോണിക് വിൻഡ് ടണൽ എന്നിവയാണവ. വരും ദിവസങ്ങളിൽ ഇന്ത്യ ഒരിക്കൽ കൂടി ചന്ദ്രനിൽ പോയി അവിടുത്തെ മണ്ണുമായി വരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശുക്രനും നമ്മുടെ റഡാറിലുണ്ട്. 2035 ഇന്ത്യക്ക് സ്വതന്ത്രമായി ബഹിരാകാശ നിലയമുണ്ടാകും. ഈ അമൃത് കാലത്ത് ഇന്ത്യൻ റോക്കറ്റിൽ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ചന്ദ്രനിൽ ഇറങ്ങും. ഇന്ത്യയിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 200-ലധികമായി വളർന്നു. 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയതോടെ ലോകത്തിലെ വലിയ ബഹിരാകാശ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ നിലയുറപ്പിക്കാനും യുവാക്കൾക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാനുമുള്ള അവസരമൊരുങ്ങുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ശത്രുക്കളായി അഭിനയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിന് പുറത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണെന്നും നരേന്ദ്രമോദി പറയുകയുണ്ടായി. കുടുംബ താൽപര്യമാണ് ജനതാൽപര്യത്തെക്കാൾ വലുതെന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നു. ഈ സമീപനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് NDA സംസ്ഥാന ജാഥയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ആരോപിച്ചു. CPM-ഉം കോൺഗ്രസും കേരളത്തെ അഴിമതിയുടെയും അക്രമത്തിന്റെയും നാടാക്കാൻ നോക്കുകയാണ്. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു. വ്യവസായം തുടങ്ങാനാകാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. സർക്കാരുകൾ മാറിയാലും സാഹചര്യം മാറുന്നില്ലെന്നും മോദി പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ LDF, UDF സർക്കാരുകൾ ഏതവസ്ഥയിൽ എത്തിച്ചെന്ന് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ടവർക്ക് ഉന്നത വിദ്യാഭ്യാസം ബുദ്ധിമുട്ടായി. ഈ സ്ഥിതി മാറ്റും എന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായ പ്രതിപക്ഷത്തിന് സമനില തെറ്റി. നാടിന്റെ വികസനമല്ല അവരുടെ അജണ്ട. മോദിയെ ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും മാത്രമാണ്. ഈ നെഗറ്റീവ് ചിന്താഗതിക്കൊപ്പമല്ല കേരളം നിൽക്കേണ്ടത്. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചിട്ടില്ലെന്നും മോദി പറഞ്ഞു.